hi everyone. Hope you are doing great. നമ്മുടെ സ്മൈൽ ഉണ്ട്. ഞങ്ങളിന്ന് ബിസിനസ് നെക്സ്റ്റ് ലെവൽ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലയൻറ്റ് വിസിറ്റിലാണ് നമ്മളിന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വണ്ടിയിലേക്ക് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് എ ചാർജ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ചാർജ് ടീം അംഗങ്ങൾ നിങ്ങളുടെ ഇതുവരെയുള്ള പ്രോഗ്രസ്, അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസസ്, കാര്യങ്ങൾ, സംഭവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ, യു ആർ ഡൂയിങ് അമേസിങ് ജോബ്. വളരെ മികച്ച രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ചാർജ് എന്ന് പറയുന്നത് റിയൽ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചാർജ് കൾച്ചർ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. സോ എനിവേ നമ്മുടെ ഒരു ഹ്യൂജ് ഗ്രോത്തിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ഓരോരുത്തരും ഇത് കോമ്പൗണ്ട് എഫക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫ് മറിക്കാൻ പോവുകയാണ്. വിത്തിൻ 6 months, വിത്തിൻ 1 year, യു ആർ ഗോയിങ് ടു ബി എ ടോട്ടലി എ ഡിഫറെൻറ്റ് പേഴ്സൺ ആൻഡ് അമേസിംഗ്. ഹായ് എവരിവൺ, ദിസ് ഇസ് ഷാഫി മുഹമ്മദ്. വെൽക്കം ടു ദിസ് ന്യൂ വ്ലോഗ്. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടുള്ള യുണീക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൻ്റെ സ്ഥാപനത്തിലാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഇവർ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. നന്നായിട്ട് അധ്വാനിക്കുക, എന്നിട്ട് നന്നായിട്ട് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് നന്നായിട്ട് എന്ത് അടിച്ചു കൊടുക്കുക. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്വാളിറ്റി ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത് കയറണം. ഇത് നമ്മളിതൊക്കെ മോഡ് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഇതൊക്കെ ഇറക്കി പിടിക്കാനല്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എൻജോയ്മെൻറ്റില്ല ജീവിക്കാനല്ല നമ്മൾ പറയുന്നത്. ചാർജിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ എല്ലാം വേണം. നമ്മൾ പറയുന്ന 4 വേർഡ്സ് ഉണ്ട്. ഒന്ന് കമ്മിറ്റ്മെൻറ്റ്, ഒന്ന് ഡിസിപ്ലിൻ, ഒന്ന് പീക്ക് പെർഫോമൻസ്, അടുത്ത് ബാലൻസ്. അതായത് ഈ 3 കാര്യങ്ങൾ വരുന്നത് നമ്മുടെ വർക്കിന് ബന്ധപ്പെട്ടാണ്. കമ്മിറ്റഡായിട്ട് ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യുക, നമ്മുടെ ഹെൽത്തിനാണെങ്കിലും ശരി, വെൽത്തിനാണെങ്കിലും ശരി. എന്നിട്ട് എന്ത് ചെയ്യുക, ബാലൻസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും ബാലൻസ് ചെയ്ത് ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവുക. ഇതാണ് പക്ക സിംപ്ലി പറഞ്ഞാൽ ചാർജ് കൾച്ചറോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഈ ഒരു ഇത്തരത്തിലുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറാൻ റെഡിയാണെങ്കിൽ ഒരു സംശയമില്ല മാറിയിരിക്കും. വളരെ ഷാർപ്പായിട്ട് കട്ട് ചെയ്യേണ്ട അടുത്ത് മാക്സിമം കട്ട് ചെയ്യും. നിങ്ങൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഇതൊരു എന്താ പറയുക സ്റ്റോക്ക് വെച്ചിട്ട് നിങ്ങൾ പോകുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് എക്സ്പെൻസ് പോകുന്നത്, എക്സ്പെൻസ് കുറക്കുന്നതിനടുത്താണ് ഏറ്റവും വലിയ നിങ്ങളുടെ പ്രോഫിറ്റ് കൂടുതൽ. നമ്മൾ തീരുമാനിക്കുക എവിടെ ചെയ്യണം, ഏത് ടെറിട്ടറിയിൽ ചെയ്യണം, എത്ര വോളിയം അവർ മിനിമം ബിസിനസ് ചെയ്യണം, നമുക്ക് എത്രയാണ് അതിലേക്കിട്ട് എത്തേണ്ട ടാർഗറ്റ്. ഇത് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഇനിയും പോയാൽ ഇനിയും ഫണ്ട് ഇറക്കേണ്ടി വരും. ഫണ്ട് എന്ന് പറഞ്ഞാൽ അറിയോ, ഇതൊരു സമുദ്രത്തിൽ നിങ്ങളിങ്ങനെ സമുദ്രം വലുതാക്കുകയാണ്. ഇതിലേക്ക് ഫണ്ട് ഇട്ടിട്ട് കാര്യമില്ല. ഇതിങ്ങനെ വലുതായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആ ഏരിയ പോകണം, ഈ ഏരിയ പോകണം, പുതിയ കസ്റ്റമേഴ്സിനെ പിടിക്കുക. ഡിസ്ട്രിബ്യൂഷനിൽ ഒരിക്കലും വയ്ക്കാൻ പറ്റില്ല. മാർക്കറ്റിങ്ങിന് നിങ്ങളുമായിട്ട് ഇവരൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സാധ്യതകളുണ്ട്, അതിനനുസരിച്ചുള്ള രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ബ്രാൻഡിങ് അല്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കൂടുതലും ഒരു ബ്രാൻഡിങ് കോൺസെപ്റ്റിലൂടെ പോകുന്ന സാധനമാണ് കൂടുതലും. ഓക്കെ, എന്നാലും ഉണ്ട് കുറേശ്ശെ ഈ പറഞ്ഞ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുണ്ട്, കുറേശ്ശെ നല്ല സെയിൽസ് ഉണ്ട് അതിൽ. പക്ഷേ അത് ബ്രാൻഡിങ് ചെയ്തിട്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്തിട്ട് പിന്നെ അത് സെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു രീതിയാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അതിൻ്റെ രീതി ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് ഷോപ്പിൽ പോയിട്ട് സെയിലെടുക്കുന്ന അതുപോലെ ഒരു സംഭവമല്ല. ഡയറക്ടർ സെയിൽസ് അല്ല ഇത്. ബ്രാൻഡിങ് ചെയ്തിട്ടതിന് ശേഷം അതിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ തന്ന് സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്നതിലൂടെ പിന്നെ നിങ്ങൾ വരുമ്പോൾ നമ്മുടെ അടുത്ത് ഇന്ന പ്രോഡക്റ്റുകൾ അത് നിങ്ങൾക്കും ചെയ്യാം. യുണീക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവത്തിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിലെ സെയിൽ കൂട്ടാൻ വേണ്ടിയുള്ള ടിപ്സുകളും ട്രിക്സുകളും പറഞ്ഞുകൊണ്ട് യുണീക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സ്ഥാപനമാണ് നമ്മൾ
ഓക്കെ, നമ്മളുടെ ഒരു പ്രോഡക്റ്റ്, നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരെ ബന്ധപ്പെടാം. ആ ബന്ധത്തിൻ്റെ പുറത്ത് അത് വേണമെങ്കിൽ ചെയ്യാം നമുക്ക്. ഹായ്, ഇൻഷാഫ് എന്നാണ് പേര്. കോഴിക്കോടാണ്. യുണീക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. ഞാൻ ഈ സിലിക്കോൺ ഗമ്മിൻ്റെ ഹോൾസെയിലാണ് നമ്മൾ ചെയ്യണത്, ഷോപ്പുകൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അന്ന് ബിസിനസ് നെക്സ്റ്റ് ലെവലിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഷാഫി സാറും ടീമും ഇന്നിവിടെയാണ് വന്നത്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര കുറച്ച് പ്രശ്നത്തിലും കാര്യങ്ങളിലും തന്നെയാണ് ഉണ്ടായിരുന്നത്. ഭയങ്കര ക്രൈസിസിലായിരുന്നു, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ നന്നായിട്ട് ഇനി ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം കാര്യങ്ങളും ഉണ്ട്. എന്തായാലും സാറിൻ്റെയും കാര്യങ്ങളും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് അവരും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നല്ല രീതിയിൽ പോകും തന്നെയാണ് കരുതണം. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മളുടെ ഇംതിയാസ് ഭായിയുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. നമ്മുടെ ടീം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോറിംഗ് ആണെന്നുണ്ടെങ്കിൽ പറയണം. പിന്നെ ഇത് കാര്യപ്പെട്ട് കണ്ടൻറ് ഉണ്ട് എന്നുള്ളതല്ല, നമ്മളൊക്കെ അധികം വൈകാതെ നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, നമ്മൾ ഇതാ നമ്മുടെ ഇംതിയാസ് ഭായിയുടെ ഓഫീസിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ചേക്കുപ്പാസ് ട്രേഡ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലുള്ളത്. നമ്മളവിടെ എത്തി. ഇനി നെക്സ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ആയിട്ട് സിറ്റിംഗ് ഉണ്ട്. ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് മടങ്ങും. ഇത് ലാസ്റ്റ് വിസിറ്റാണ് ഇന്നത്തെ. സോ സി യു, ബൈ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമുക്കൊരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ കഴിയില്ല ഇപ്പോൾ പോണ പോക്കിൽ. മറിച്ച് നമുക്കൊരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ പറ്റും. ആ റിസ്ക് എടുക്കുമ്പോൾ ബിസിനസ് സേഫ് ആയിരിക്കും. മറ്റൊരു സ്പെക്കുലേഷനാണ്. ലോൺ എടുക്കാം, അസംഷനാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് 10 ആളെ ആഡ് ചെയ്യാം. പ്ലാൻ ചെയ്യാൻ എളുപ്പമാണ്, എക്സിക്യൂട്ട് ചെയ്യാൻ അത്ര എളുപ്പമാണ്. ഈ 10 ആൾ വന്നിട്ടുണ്ടാവണം, ഇവ സ്ഥിരമായിട്ട് നിന്നിട്ടുണ്ടാവണം. നിങ്ങൾക്കറിയാം 10 ആൾ നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഫൈനലിൽ എത്ര ആൾ നിൽക്കും, ഫൈനലി എത്ര ആളുണ്ടാവും എന്നുള്ളത്. പെട്ടെന്ന് നമുക്ക് ഒപ്പിക്കുന്ന 10 ആൾ പലപ്പോഴും ലോങ് ടേമിൽ നോക്കുമ്പോൾ അയാൾ എന്തുണ്ടായിക്കോളം എന്നില്ല. വീണ്ടും അടുത്ത ആളെടുക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് നമ്മൾ വീണ്ടും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ട് ബെയർ ചെയ്തിട്ട് അവൻ മുങ്ങിപ്പോയാൽ, അവനിടയ്ക്ക് മുങ്ങിയാൽ, ഇത്രയും സ്റ്റോക്ക് അവനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയിട്ട് അവൻ്റെ അടുത്ത് ക്രെഡിറ്റും കൂടി കുറച്ചുണ്ടെങ്കിൽ അതും ഒരു സൈഡ് കൂടെ നമുക്ക് തീർക്കണം. ബാങ്കിൻ്റെ പ്രഷർ വേറെ സൈഡ് കൂടെ നോക്കണം. അങ്ങനെ ഒറ്റയടിക്ക് എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. മനസ്സിലുണ്ടോ? നമുക്ക് ലോണ് സെക്കൻഡറി ഓപ്ഷൻ. സാലറി ഫിക്സ് ചെയ്യാൻ പോകണം. ഓക്കെ, നിങ്ങളുടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാലറി എന്നുള്ള രൂപത്തിലേക്ക് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ പോകണം. നിങ്ങൾ ബിസിനസ് കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൂട്ടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വെച്ചാൽ നിങ്ങൾ പ്രോഫിറ്റ് മൊത്തം നിങ്ങൾക്കുള്ള. ഓക്കെ, അപ്പോൾ പേടിക്കണ്ട. ഇതെന്തിനാണ് ആ പ്രോഫിറ്റ് അങ്ങനെ നമ്മളതിൽ വെക്കുന്നത്, അല്ലെങ്കിൽ അത്രയും, അല്ലെങ്കിൽ അതൊന്നും ഇപ്പോൾ എടുക്കാതെ നമ്മൾ വെക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സാലറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സാലറി നിങ്ങൾ എടുക്കുക. ബാക്കി വരുന്ന ഫണ്ട് കമ്പനിയുടെ ഫണ്ടിൽ പ്രോഫിറ്റ് ആയിട്ട് കിടക്കും. ആ പ്രോഫിറ്റാണ് നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് ബാലൻസ് ആയിട്ടുള്ളൂ. ഇതിന് കണക്കില്ലാതെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് ഒരിക്കലും നമുക്ക് കണക്ക് കിട്ടില്ല, ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാവില്ല. ബിസിനസ് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടാവും കിട്ടുക. അതേപോലെ നിങ്ങളുടെ പൈസ പ്രോഫിറ്റ് ഇല്ലെന്ന് വന്ന പ്രോഫിറ്റിൽ നിന്ന് ബിസിനസ്സിലേക്ക് വീണ്ടും ഫണ്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ, വീണ്ടും നമ്മൾ ഫണ്ട് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ വീണ്ടും അതിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ, ആ ഇറങ്ങുന്നത് ക്യാപിറ്റലായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, എങ്ങനെയാണ്, അതൊരു ടെന്യൂർ കാൽക്കുലേറ്റ് നമ്മൾ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്തിട്ട് പോകണം. ഹലോ, ഹായ്, ഞാൻ ഇംതിയാസ്, മലപ്പുറമാണ് പ്രോപ്പർ. ഞാൻ ചേക്കുപ്പാസ് ട്രേഡ് ലിങ്ക് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള മേഖല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സാഫി സാറ് എൻ്റെ ഓഫീസിൽ വരികയും അതിൻ്റെ കാര്യങ്ങൾ, എൻ്റെ ബിസിനസ്സിൻ്റെ ടോട്ടലി കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പർച്ചേസ് ബില്ല്, സെയിൽസ് ബില്ല്, എല്ലാ കാര്യങ്ങളും ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവരണം എന്ന് പറയുകയും അതിനനുസരിച്ചുള്ള നിർദ്ദേശപ്രകാരം ഇനിയുള്ള ബിസിനസ്, എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ഉദ്ദേശം.
എനിക്ക് മനസ്സിലായ കാര്യം പിന്നെ ശരിക്കും തീർത്തും വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. കാരണം പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വലിയൊരു ഫാൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഡയറക്ഷൻ്റെ രൂപത്തിൽ നിന്ന് എനിക്കതാ മനസ്സിലായത്. അക്കൗണ്ട്സ് കാര്യങ്ങൾ ഇതെല്ലാം വീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് സാഫി സാറുമായി ബന്ധപ്പെട്ടുകാണ്ട് അല്ലെങ്കിൽ ടീമുമായി ബന്ധപ്പെട്ടുകാണ്ട് അത് ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ചോക്ലേറ്റ്സ് വേഫർ റോൾ ഡിസ്ട്രിബ്യൂഷനാണ്. വ്യത്യസ്തമായ ഫ്ലേവറിലും വ്യത്യസ്തമായ പാക്കിങ്ങിലും നമ്മുടെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത കേരളത്തിൽ മറ്റാരും ഇത് ചെയ്യുന്നില്ല എന്നതാണ്. വളരെ യുണീക്കായ പ്രോഡക്റ്റ് ആയതിനാൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇംതിയാസ് ഭായിയുടെ ഷൂട്ടിങ്ങും അഭിനയവും അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ പെർഫോമൻസ് ആണ് ഇനി. ഇപ്പം നമ്മൾ ഭക്ഷണത്തിൻ്റെ പെർഫോമൻസിലാണ്. ഹലോ ഹായ് എവ്രിവൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ഇംതിയാസ് ഭായിന് കൂടെയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ചേക്കുപ്പാസ് ട്രേഡ് ലിങ്ക് എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് താല്പര്യമുണ്ട് എങ്കിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെടാം. ഇദ്ദേഹത്തിൻ്റെ നമ്പർ 8089999881. ഓക്കെ, 8089999881. ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവർ ചോക്ലേറ്റ് വേഫറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, ചോക്ലേറ്റ് വേഫറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ടീമാണ്. കേരളത്തിൽ ഇവിടെ ഒരു അവൈലബിൾ ആവാത്ത സാധനങ്ങളാണ് ഇവരുടെ അടുത്തുള്ളത്. സോ സ്വാഭാവികമായിട്ട് ഈ മേഖലയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ ടീമുണ്ട്. വ്ളോഗ് എന്ത് ചെയ്യാൻ പോകുന്നു ചിക്കർ വണ്ടിയിലാണല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, നോ ഇഷ്യൂ. കമ്മിയർ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിരിയാൻ പോകണം. ഓക്കെ, ഹായ്, ബൈ, ടേക്ക് കെയർ, സീ യു ലേറ്റർ, ബൈ, ടേക്ക് കെയർ.